ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിയുടെ നെക്കിൻ്റെ തയ്ക്കലാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആണത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിനാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് വീതിയുള്ള ഒരു കുറച്ച് ക്രോസ് പീസുകളെല്ലാം എടുത്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ക്രോസ് പീസ് എടുത്ത് നമ്മൾ ജോയിൻ ചെയ്യണം. അതിനുശേഷം ഒരു 3.5 ഇഞ്ച് വീതിയുള്ള തുണി രണ്ടറ്റവും മടക്കി വെച്ചിട്ടുണ്ട് നമുക്കതിൽ ഫ്രില്ല് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് നമ്മളെടുത്തിട്ട് നെക്കിൽ ചുറ്റും 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടല്ലേ, ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചുറ്റും ഒന്ന് തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പീസിനെ ഉള്ളിലോട്ട് നമുക്ക് മറിച്ച് ഇടാം. അതായത് സാധാരണ നമ്മൾ നൈറ്റിക്കൊക്കെ ബാക്ക് നെക്കിന് എങ്ങനെയാണോ കഴുത്ത് ഉള്ളിലോട്ട് മറിച്ചിടുക, അതുപോലെ തന്നെ 2 തവണ മടക്കി ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ചെയ്യാം നമുക്ക്. ഓക്കെ, അതിനുശേഷമാണ് നമുക്ക് ഒരു 3.5 ഇഞ്ച് വീതിയുള്ള കുറേ നീളത്തിലുള്ളൊരു തുണി എടുക്കുക. നമുക്ക് നൈറ്റിക്കാകുമ്പോൾ ജോയിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ജോയിൻറ്റുകൾ വരും തുണിക്ക്. അതായത് കുറേ കട്ട് പീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ജോയിൻ ചെയ്തിട്ട് വലിയൊരു പീസാക്കി എടുക്കാം. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 3.5 ഇഞ്ച്. അത് വെച്ച് ഫ്രില്ല് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് നോക്കിക്കേ, ഈ ഒരു നെക്ക് ഇതുപോലെ തന്നെ പതിച്ചടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്ക് നെക്കിനും നെക്ക് ഇതുപോലെ തന്നെ അടിക്കുക, ഫ്രില്ല് വെക്കേണ്ട ആവശ്യമില്ല. അത്രയും ചേഞ്ചസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ നോക്കിക്കോളൂ, വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക. അപ്പോൾ അതേ നെക്ക് ഫുള്ളായിട്ട് ഞാൻ പതിച്ച് അടിച്ച് കൊണ്ടുവരുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ആ ഒരു 3.5 ഇഞ്ച് വീതിയുള്ള തുണി അത് നമുക്ക് രണ്ടറ്റൊന്നും മടക്കി അടിച്ചിട്ടുണ്ട്. അത് നേരെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ വെക്കുന്നു. അതിനുശേഷം നമുക്ക് ആദ്യം ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് പ്ലീറ്റ് കൊടുക്കണ്ട. അതിനുശേഷമുള്ള ഭാഗത്ത് നമ്മൾ ചെറിയ 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 ഞൊറികൾ വെച്ച് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നല്ലൊരു ഫ്രില്ലായിട്ടുള്ള ഒരു നെക്ക് നമുക്കിതിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി 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 നമ്മളിതങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്ക് നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് നെക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് ചുറ്റും നമുക്ക് ഇങ്ങനെ മടക്കി 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 നമുക്ക് അടിച്ച് വരാം. ഫുള്ളായിട്ട് നെക്കിൽ നമ്മൾ അടിച്ച് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ബാക്ക് ഫ്രണ്ട് നെക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് അടിപൊളിയാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബാക്ക് നെക്കിൽ എന്താ ചെയ്യുക, ക്രോസ് പീസ് വെച്ച് നെക്ക് അടിച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലും ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് നെക്ക് ചെയ്ത് ഷോൾഡറും കൂടി കൂട്ടി അടിച്ച് എടുക്കുകയാണ് നമുക്കിനി ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഈ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലീവിൽ പഫും ഉണ്ട് എലാസ്റ്റിക്കും ഉണ്ട്. ഈ ഒരു ഇതിൽ കേട്ടോ പഫുണ്ട് എലാസ്റ്റിക്കും ഉണ്ട് ഈ ഒരു സ്ലീവിൽ. അപ്പോൾ എൻ്റെ കട്ടിങ് വീഡിയോയിൽ ഞാൻ ഫുള്ളായി കാണിച്ചിട്ടുണ്ട്. കട്ടിങ് വീഡിയോ വേണ്ടവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഷോൾഡർ എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ലീവ് വെക്കാം. ഈ സ്ലീവിൻ്റെ കട്ടിങ് കണ്ട ഡിഫറൻസ് ആയിരിക്കുന്നത്. കാരണം എന്താ പറയുക, നമ്മൾ പഫ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് പഫ് കൊടുക്കുന്നത് കണ്ടോളൂ. ഷോൾഡറിൻ്റെ സെൻറ്റർ വശത്ത് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വെക്കുന്നു. എന്നിട്ട് ആ ഒരു മേലെ കുറച്ച് കർവ് കൂടിയ ഭാഗമാണ് നമ്മൾ പ്ലീറ്റാക്കി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ പ്ലീറ്റാക്കി ഇട്ട് കൊടുക്കുമ്പോൾ ശരിക്കും ആ ഒരു ഷോൾഡറിൻ്റെ തുമ്പ് വശത്ത് ചെറുതായിട്ടൊന്ന് സ്ലീവ് ഒന്ന് പൊങ്ങി നിൽക്കും, ചുരുക്കങ്ങൾ പൊങ്ങി നിൽക്കും. അപ്പം നമുക്കത് പഫായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ആദ്യം ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെക്കുന്നു, നടുക്കുന്ന് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് ഒരു സൈഡ് ചെയ്ത് വരിക. അതിനുശേഷം വീണ്ടും നമ്മൾ നടുക്ക് വന്നിട്ട് മറ്റേ സൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, ആം ഹോളിൻ്റെ എൻഡും സ്ലീവിൻ്റെ എൻഡും കറക്റ്റായിട്ട് വരണം. ഓക്കെ, ബാക്കി എക്സ്ട്രാ വരുന്നതെല്ലാം നമ്മൾ പ്ലീറ്റാക്കി ഞൊറിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് തയ്ച്ച് വരാവുന്നതാണ്.
അപ്പോൾ അതേ രണ്ടറ്റം ഒപ്പം വെച്ചിട്ട് ഇനി നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കാം. നടുക്ക് മാത്രം നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ മാത്രം നമുക്ക് പ്ലീറ്റ് കൊടുത്താൽ മതി, ബാക്കിയുള്ള അവിടെയൊന്നും പ്ലീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നൈറ്റ് ഇടുമ്പോൾ ശരിക്കും നമുക്കൊരു പ്രായം കുറയും. നമ്മൾ സാധാരണ ഒരു നൈറ്റ് ഇടുമ്പോൾ നമുക്ക് കൂടുതൽ പ്രായം തോന്നും, പക്ഷേ ഈ ഒരു നൈറ്റ് ഇട്ടിട്ട് നമുക്ക് പ്രായം വളരെ കുറഞ്ഞതായി തോന്നും. നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ഇത് ഒരു സൈഡ് ഞാൻ അടിച്ച് എടുക്കുന്നുണ്ട്, അതിനുശേഷം ഇനി മറു സൈഡാണ് നമ്മളിനി അടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം നമുക്ക് നേരെ ഇതിൻ്റെ ഇപ്പുറം വശം എടുക്കുക. എന്നിട്ട് കൈക്കുഴിയുടെ ആ എൻഡ് വശത്തുനിന്ന് വേണം ഇവിടെ നിന്ന് ചെയ്ത് വരാൻ കേട്ടോ. അതെ കൈക്കുഴിയുടെ എൻഡ് വശത്ത് കറക്റ്റായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ തുമ്പ് എൻഡ് വെച്ചിട്ട് ഇതുപോലെ അടിച്ച് വന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ തുണി ഒരുപാട് എക്സ്ട്രാ വരും. ആ എക്സ്ട്രാ വരുന്ന തുണികളെല്ലാം നമുക്ക് പ്ലീറ്റ് ഇട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ഒരു സ്ലീവ് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ മറ്റേ സ്ലീവും ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഒരു സ്ലീവേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ മറ്റേ സ്ലീവ് നിങ്ങൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതേ കണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് തയ്ച്ച് വരാം. ദേ കണ്ടോ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു നൈറ്റിയാണ്. അപ്പോൾ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം ഓർഡറുകൾ കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഇതുപോലെ നമുക്ക് ഓർഡറുകൾ കിട്ടാനും നമുക്ക് വരുമാനം ഉണ്ടാക്കാനും ബെസ്റ്റാണ്. വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാനും പ്രായവും കുറയും. ഇപ്പം നിങ്ങൾക്ക് പുറത്ത് തയ്ച്ചു കൊടുക്കണ്ടെങ്കിൽ തയ്ച്ചു കൊടുക്കേണ്ട, നമുക്ക് ഇട്ട് നടക്കാമല്ലോ. അപ്പോൾ അതേ ഒരു സ്ലീവ് ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഒരു സ്ലീവിൻ്റെ അവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്തെടുക്കാം. അപ്പോൾ അതേ ബാക്കി അതിനുശേഷം ഞാൻ രണ്ട് സൈഡും കൂട്ടിയടിച്ചു കേട്ടോ. കൂട്ടിയടിക്കുക. അതിനുശേഷം ഈ നമുക്ക് ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്യിക്കുന്ന തുണിയെല്ലാം ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രില്ലടിച്ച് കൊടുക്കണം. ഇപ്പോൾ സ്ലീവ് വെച്ചു, രണ്ട് സൈഡും തയ്യൽ തുമ്പിട്ട് നമ്മുടെ ബോഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇത് രണ്ടെണ്ണം കൂടി യോജിപ്പിച്ചെടുക്കാം. അതായത് ഞൊറിയിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതെ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവർക്ക് ഇതേ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നതായിരിക്കും കട്ടിങ് വീഡിയോ, നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇതേ കണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളൊന്നും കസ്റ്റമർക്ക് വേണ്ടി വാങ്ങിച്ച സാധനം നമ്മൾ ഇട്ട് കാണിച്ച് നിന്ന് നടക്കുന്നതൊന്നും ഒട്ടും ശരിയല്ല. അതുകൊണ്ട് എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നോക്കിയത് സ്ലീവിൻ്റെ തുമ്പിൽ എലാസ്റ്റിക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പഫ് ഓൾറെഡി ഉണ്ട്, അത് ആ ഡമ്മിയിലിരിക്കുന്നതുകൊണ്ട് കാണാഞ്ഞിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതേ കഴുത്തിൽ ഫ്രില്ലുണ്ട്, അടിയിലും ഫ്രില്ലുണ്ട്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വേഗം തന്നെ ചെയ്ത് നോക്കോളൂ. കട്ടിങ് വീഡിയോ മുകളിലുണ്ട്, കണ്ടോളൂ. താങ്ക്